നിങ്ങളോട് ലളിതമായ ഒരു ചോദ്യം ചോദിക്കുക. ഒരാൾ ഹിന്ദു ധർമ്മം പഠിച്ച് ഹിന്ദുവായി, ബൈബിൾ XYZ എന്തുവായി, അവൻ ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഹിന്ദുവായി മാറി. മഹത്വം മനസ്സിലാക്കി പഠിച്ച് ഹിന്ദുവായി. മറ്റൊരാൾ നമ്മളെ പോലെ ജന്മന ഹിന്ദുവായി. ഇതിലാരാണ് ശ്രേഷ്ഠൻ? നിങ്ങളെല്ലാരും പറയും പഠിച്ച് ഹിന്ദുവായാലാണ് ശ്രേഷ്ഠൻ അല്ലേ? ജന്മന ഹിന്ദുവായാലാണ് വെരി ഗുഡ്. കാരണം ജന്മന ഹിന്ദുവാവാനുള്ള പുണ്യം അവൻ പൂർവജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. സ്വാമിജി ലോജിക്കലി വല്ലതും പറയുന്നെങ്കിൽ പൂർവജന്മത്തിന്റെയും പരജന്മത്തിന്റെയും ഒക്കെ കാര്യം പറയുന്നതിന് പകരം ഇവിടെ പിള്ളേരെ കുറിച്ച് പറയും. സനാതന ധർമ്മത്തിന്റെ കാതൽ കർമ്മഫല സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവുമാണ് നമുക്ക് എല്ലാവർക്കും അറിയാമോ? ആണോ? എന്താണ് സനാതന ധർമ്മത്തിന്റെ കാതൽ? ഈശ്വരൻ ഉണ്ടെന്നോ ഇല്ല, അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല. എന്താണ് കർമ്മഫല സിദ്ധാന്തം, പുനർജന്മ സിദ്ധാന്തം? നമ്മുടെ പൂർവികർ ഈ സംസ്കൃതിക്ക് വേണ്ടി നിലനിന്നു. നമ്മുടെ പൂർവികർ ഈ സംസ്കൃതിക്ക് വേണ്ടി ജീവിച്ചു. നമ്മുടെ പൂർവികർ ഈ സംസ്കൃതിക്ക് വേണ്ടി സ്വന്തം ബലി തർപ്പണം ചെയ്തു, സ്വന്തം ജീവാഹുതി ചെയ്തു അല്ലെ? അവരെല്ലാവരും എന്തായിരുന്നു സങ്കല്പിച്ചത്? ഇപ്പൊ പിന്നെ പല ആളുകളും മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എഴുതും വിഷ്ണുപദം പോകി, ശിവപദം പോകി, ബ്രഹ്മപദം പോകി. ഐ ഡോണ്ട് നോ എന്താണ് സംഭവിക്കുന്നത്, എനിക്കറിയാം. വിഷ്ണുപദം പോകും, ഏതാ പദം? സ്വാമി നിങ്ങൾ ശരി സ്വാമി ആയിട്ടില്ല, അതുകൊണ്ടാണ് അറിയാത്തത്. നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞില്ല വിഷ്ണുപദം. അതൊക്കെ അറിയൂ പദം? നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പദം. വിഷ്ണു പദം പോവുകയായിട്ട് മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടതൊരു പദമാണ് വിഷ്ണു. നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരാൾ ധർമ്മത്തിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ വിഷ്ണു പദം പോകും. ഇല്ല, ഭഗവാൻ ഗീതയിൽ പറയുന്നത് അർജുന നീ ധർമ്മത്തിന് വേണ്ടി മരിക്കും. ശരി, ഓക്കെ. എന്താ പറയുന്നത്? മരിച്ചാൽ സ്വർഗവും ജീവിച്ചാലോ ഈ ലോകം. തെറ്റോ ശരി? അറിയില്ല. അത് നമ്മൾ അപ്പോഴേക്കും ലോജിക്കലി നമ്മൾ ശാസ്ത്രീയ ഹിന്ദുക്കളായി മാറിയിരിക്കുക. അതാണ് നേരത്തെ പറഞ്ഞത്. വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു കല്ല് കടിച്ച പോലെ. നിങ്ങൾ കൂടുതൽ ലോജിക്കലി അനലൈസ് ചെയ്യുന്നത് എന്ത് ഹിന്ദു ധർമ്മമുള്ളത് പറയൂ. കൂടുതൽ അനലൈസ് ചെയ്ത് കുറച്ചുകൂടി ശാസ്ത്രീയമായി ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് സനാതന ധർമ്മമാണുള്ളത് ഈ ലോകാരെങ്കിലുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ നമ്മൾ എവിടേക്കോ ഒരു ഐഡിയ ഇല്ലാതെ ആയി പോവാണ്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് വിശ്വാസത്തിന് പ്രസക്തി ഉണ്ട്. നാം വിശ്വാസികളാണ് എന്ന് ചിലർക്ക് ഉച്ചൈസ്തരം ഘോഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ സങ്കല്പങ്ങളുടെ, നമ്മളുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മഫല സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവുമാണ്. ഒരാൾ മരിച്ചു, എന്താണ് സംഭവിക്കുക നമ്മൾ വിചാരിക്കുന്നത്? രണ്ട് ചെറിയ വേദനകളെല്ലാം പറഞ്ഞത്. ഒന്ന് ഉത്തരായണം, 2 ലക്ഷം. എന്താണ്? ഒന്ന് പിതൃയാനം, മറ്റൊന്ന് ദേവയാനം. പിതൃയാനം പോകിയാലും ക്രമേണ അയാൾ ഭൂമിയിൽ ജനിക്കും. ദേവയാനം ഭൂമിയാലും ക്രമേണ ഭൂമിയിൽ ജനിക്കണം. സ്പഷ്ടമാണ് പുനർജന്മം. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. നമ്മുടെ ഭാരതത്തില് സനാതന ധർമ്മത്തിന് വേണ്ടി ജീവിച്ചവരൊക്കെ ഈ അമ്മയുടെ മടിത്തട്ടിൽ വീണ്ടും വീണ്ടും ജനിക്കണമെന്ന് അഭിലഷിച്ചു പോയവരാണ്. ആണോ?
നമ്മൾ ഓരോരുത്തരും മോക്ഷം കൊതിച്ചോണ്ടിരുന്ന് നിൽക്കുക. എന്തോ എന്താ അറിയില്ല. എന്തോ വിചാരിച്ചിരിക്കുക. പുനർജന്മം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഗതികെട്ടതാണെന്ന് വിചാരിച്ചിരിക്കുക ഹിന്ദുക്കൾ. വീണ്ടും വീണ്ടും ധർമ്മത്തിന് വേണ്ടി ജനിക്കണം, ജനിക്കും എന്ന് തീരുമാനിക്കുന്ന ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നാളെ സനാതന ധർമ്മത്തിൻ്റെതാകും. സംശയമില്ല. എന്താ ഈ ജന്മദോഷമാണ്? ഈ ഭാരതഭൂമിയിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കുന്നത് പുണ്യമാണെന്ന് പൂന്താനം പാടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് കൃഷ്ണ ഇന്നൊരു ജന്മം ഉണ്ടാകരുതേ. എന്ത് മണ്ടത്തരാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാ, അടുത്ത തലമുറയ്ക്ക് ജന്മം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഓൾറെഡി പാക്ഡ് തലമുറ ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കും. കാരണം ജീവാത്മാക്കൾ തറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പറന്നു കഴിഞ്ഞാലാണല്ലോ പ്രശ്നം. പറന്നാലല്ലേ പ്രശ്നമുള്ളൂ, പറക്കാതിരുന്ന പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ഹിന്ദു അമ്മമാർ ഗർഭം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നോ മാരേജ്, നോ ചൈൽഡ്, നോ കമ്മിറ്റ്മെന്റ്. ആണോ? ആരാണ് നമ്മുടെ കുട്ടികളെ ആ തരത്തിലേക്ക് ചിന്തിപ്പിച്ചത്? നമ്മൾ തന്നെയല്ലേ. നമ്മുടെ കുടുംബ ജീവിതം ശ്രേഷ്ഠവും സുന്ദരവുമാണ് എങ്കിൽ, ആയിരുന്നു എങ്കിൽ നമ്മളുടെ കുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയൂ. സ്വയം ചിന്തിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബജീവിതം, നമ്മളുടെ ബന്ധുക്കളുടെ കുടുംബജീവിതം ശ്രേഷ്ഠവും സുന്ദരവും ആയിരുന്നെങ്കിൽ നമ്മളുടെ തലമുറ വിവാഹത്തിന് അതൃപ്തി കാണുമോ? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റി പോയതെന്ന് ചിന്തിച്ചു. വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ പല വഴിയിലേക്ക് പോകേണ്ടി വരും.